ചൂരമീനില്ലേ, അതായത് ടൂണ. പല സ്ഥലങ്ങളിൽ പല പേരാണ് ഈ മീനെ പറയാം. ഞങ്ങൾ ഇതൊന്നുമില്ലെങ്കിൽ അച്ചാറിടും, അല്ലാന്നുണ്ടെങ്കിൽ മുളക് കറി വെക്കും. അല്ലാതെ മറ്റു മീനുകൾ പോലെ പൊരിക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കുകയോ ചെയ്യാറില്ല. അതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ ഈ കാണിക്കുന്നത് ടൂണ വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരിക്കോളം സ്വർക്ക ഒഴിച്ചിങ്ങാണ്ട് 2 മണിക്കൂർ മസാല തേച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നല്ല വെളിച്ചെണ്ണയിൽ ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇനി അച്ചാറിടാനായിട്ട് ഇവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, ഉലുവപ്പൊടി, കായംപൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടികൾ നേരെ അതിനകത്തേക്ക് തട്ടിക്കൊടുക്കാം. ഇനി പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വർക്ക ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പുളിക്ക് ആവശ്യമുള്ള അത്ര സ്വർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി സ്വർക്ക നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതാ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തിളച്ച് ഇതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ പൊന്തി വന്ന ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ഒരു പരുവത്തിൽ എടുക്കാം. ഞങ്ങളിവിടെ അധികം ഗ്രേവി ആയിട്ടല്ല കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിനകത്ത് കിടക്കും തോറും ആ ഒരു ഉപ്പും പുളിയും എരിവൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീന് ചെറിയൊരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യും. പിന്നെ ഈ കലത്തിൻ്റെ ചൂട്ടത്ത് കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വലിഞ്ഞോളും കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടവർ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. അച്ചാറൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുള്ളൊരു പരുവാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ.